aromamari.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ഒരു വ്യക്തിക്ക് എല്ലാ കാലവും തൻ്റെ ജീവിതം സുഖകരമാകണം എന്നില്ല. ജീവിതം ശാന്തമായി ഒഴുകുമ്പോൾ പോലും ജീവിതത്തിൽ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ആഞ്ഞടിക്കാം. പ്രിയപ്പെട്ടവരുടെ അപ്രതീക്ഷിതമായ വേർപാട് ഹൃദയത്തെ പിടിച്ചു കുലുക്കാം. ജീവിതത്തിൽ താങ്ങും തണലുമാകേണ്ട മക്കൾ മാനസികമായി തളർത്തി എന്ന് വന്നേക്കാം. അപ്രതീക്ഷിതമായ ജീവിതത്തിൽ കനത്ത ഏകാന്തതയും നിരാശയും കടന്നു വരാം. ജീവിതത്തിൽ മോറിയ മലകൾ കയറേണ്ടി വരുമ്പോൾ വിശ്വാസം ഏറ്റുപറയുവാൻ നമുക്ക് കഴിയണം. ദൈവമറിയാതെ ഒരു കാര്യവും ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചാലേ ആളിക്കത്തുന്ന തീയുടെ നടുവിൽ പ്രത്യാശയോടെ നിൽക്കുവാൻ കഴിയുകയുള്ളൂ. സമുദ്രം ശാന്തമാണെന്ന് പലപ്പോഴും തോന്നാം, എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ അവയുടെ പ്രകൃതി മാറാം. ഇതുപോലെ തന്നെയാണ് ജീവിതവും. ഒരാളുടെ മരണവും രോഗവും ഒരു കുടുംബത്തിന്റെ അവസ്ഥയെ മാറ്റിമറിക്കാം. എന്നാൽ ദൈവിക പരിപാലനങ്ങൾ നാം തിരിച്ചറിയാതെ പോകരുത്. ജീവിതത്തിൽ പീഡനങ്ങളുടെയും തീവ്രമായ കഷ്ടപ്പാടിലൂടെയും കടന്നുപോയ അപ്പോസ്തലൻ പറയുന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു എന്ന് റോമാലേഖനം 8-ാം അധ്യായം 28-ാമത് വചനത്തിൽ നാം വായിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് ജീവിതത്തിൽ എന്ത് വന്നാലും അവയെല്ലാം നന്മയ്ക്കാണെന്ന് വിശ്വസിക്കുന്നവർ. ദൈവത്തെ പരിപൂർണമായി സ്നേഹിക്കുമ്പോൾ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ നാം വിശ്വസിക്കും. ആകുലതപ്പെടുന്നവർ ദൈവത്തെ പരിപൂർണമായി സ്നേഹിക്കാത്തവരും വിശ്വസിക്കാത്തവരുമാണ്. വിശ്വശില്പിയായ ദൈവത്തിന്റെ കരങ്ങളിലെ കളിമണ്ണുകളായ നാം എത്ര നേരം കുഴയ്ക്കപ്പെടണം എന്നും എത്ര നേരം ചക്രത്തിൽ തിരിയപ്പെടണമെന്നും ഏത് പാത്രമായി തീരണമെന്നും നിശ്ചയിക്കുന്നത് ഉടയവനാണ്. കളിമണ്ണിനെ കുഴയ്ക്കുമ്പോഴും ചക്രത്തിൽ വച്ച് തിരിക്കുമ്പോഴും മെനയുന്നവനോട് എന്നെ ഇങ്ങനെ എന്തിനാണ് മെനയുന്നത് എന്ന് ചോദിക്കരുത്. കാരണം മെനയുന്നവന് ഏത് രൂപത്തിൽ വേണമെങ്കിലും നമ്മെ മെനഞ്ഞെടുക്കാം. ചമയിക്കുന്നത് ദൈവമാണ്. ഒരു കലാകാരൻ ചിത്രത്തിന് ചായമിടുമ്പോൾ ആദ്യം അത് ഭംഗിയുള്ളതായി തോന്നുകയില്ല. എന്നാൽ എല്ലാ നിറങ്ങളും കൊടുത്ത് കഴിയുന്നത് വരെ കാത്തിരുന്നാൽ അത് മനോഹര സൃഷ്ടിയായി മാറും. യേശുവിൻ്റെ കരങ്ങളിൽ കളിമണ്ണായ നമ്മെ തന്നെ നാം സമർപ്പിക്കുമ്പോൾ സകലതും ദൈവം നന്മയ്ക്കായി വ്യാപരിപ്പിക്കും. അങ്ങനെ വിശ്വസിക്കുന്നവർ സമാധാനമെന്ന ഫലം കൊയ്യും. കറുത്ത മേഘങ്ങൾക്കിടയിൽ മഴവില്ല് വിരിയുന്ന ദിവസം എത്രയും വേഗം സമാഗതമാകും. നോഹയുടെ കാലത്ത് മ്ലേച്ഛത വർദ്ധിച്ചു. ഓരോരുത്തരും തങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യമാരായി എടുത്തു. ഏതാണ്ട് ഇന്നത്തെ കാലം പോലൊരു കാലം. ഇന്ന് തോന്നിയ പോലെ ലിവിങ് ടുഗദറിന്റെ ഒരു കാലഘട്ടത്തിൽ നാം എത്തി നിൽക്കുന്നു. നീതിമാനായ നോഹ കുടുംബത്തിലും ദേശത്തിലും വിശ്വസ്തത പുലർത്തി ജീവിച്ചു. ജനങ്ങളിൽ പാപം വർദ്ധിച്ചപ്പോൾ ജലപ്രളയം കൊണ്ട് ഭൂമി നശിപ്പിക്കാനും നോഹയെയും കുടുംബത്തെയും മൃഗങ്ങളുടെ വംശത്തെയും രക്ഷിപ്പാൻ ദൈവം നോഹയുടെ പെട്ടകം ഉണ്ടാക്കുവാൻ കൽപ്പിക്കുകയും ചെയ്തു. പെട്ടകത്തിന് ഒരേ ഒരു വാതിൽ. ദൈവം അവർ പെട്ടകത്തിൽ കയറി കഴിഞ്ഞപ്പോൾ പെട്ടകത്തിന്റെ വാതിൽ അടച്ചു. പുറമെ മരണത്തിന്റെ നിലവിളികൾ. പെട്ടകത്തിനകത്ത് 600 വയസ്സുള്ള നോഹയും
നോഹയുടെ കുടുംബവും മനോവിഷമത്തോടെ കഴിഞ്ഞു. പ്രളയത്തിന് ശേഷം പെട്ടകം അരരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. നോഹ യഹോവയ്ക്ക് യാഗപീഠം പണിത് യാഗം അർപ്പിച്ചു. പ്രളയ സമയത്തിലും യഹോവ നീതിമാനായ നോഹയെയും കുടുംബത്തെയും ഓർത്തു, അവരെ കാത്തു പരിപാലിച്ചു. പ്രളയത്തിന് ശേഷം യഹോവ മാനത്തൊരു മഴവില്ലിനെ വച്ചു. ഞാൻ എൻ്റെ വില്ല് മേഘത്തിൽ വയ്ക്കുന്നു, അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും. ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ വില്ല് കാണും, വില്ല് മേഘത്തിൽ ഉണ്ടാകും. ദൈവവും ഭൂമിയിലെ സർവ്വജഡവുമായ സകല ജീവികളും തമ്മിൽ എന്നേക്കുമുള്ള നിയമം ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 13, 14, 16 വചനങ്ങൾ നാം വായിക്കുന്നു. മല പോലെ മുന്നിൽ നിൽക്കുന്ന പ്രശ്നങ്ങളിൽ ദൈവം ഒരു മഴവില്ലിനെ വിരിക്കുകയും ഇന്നും മഴവില്ല് കാണുമ്പോൾ നാം ദൈവത്തിന്റെ ഉടമ്പടികളെ ഓർക്കുന്നു. കുടുംബത്തിൽ ആരാധനയുണ്ടോ? യാഗമുണ്ടോ? നോഹയെ പോലെ ദൈവസന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കുവാൻ തയ്യാറാണോ? എങ്കിൽ കാർമേഘം പോലെയുള്ള ജീവിതാനുഭവങ്ങളിൽ ദൈവം ഒരു മഴവില്ലിനെ വിരിയിച്ച് തരും. ഹൃദയത്തെ ശുദ്ധീകരിച്ച് ഒരു യാഗവസ്തുവായി നമുക്ക് മാറാം. അപ്പോൾ ജീവിതത്തിൽ മഴവില്ലുകൾ വിരിയും. ആ മഴവില്ല് കർത്താവിന്റെ ഉടമ്പടിയെ നമ്മെ ഓർമ്മിപ്പിച്ച് പറയും, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ലോകാവസാനത്തോളം ഞാൻ എന്നും നിന്റെ കൂടെയുണ്ട് എന്ന്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.